ഹലോ എവ്രി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഇന്ത്യ മൊത്തം ദിവാലി ആഘോഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും, ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാ കുട്ടികൾക്കും ഹാപ്പി ദിവാലി. നമുക്ക് ദിവാലിയോടൊപ്പം തന്നെ പടക്കം പൊട്ടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. നമ്മുടെ പ്ലസ് ടു എക്സാംസിനെ പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പൊ നടക്കുന്നത് അല്ലെ. ഫോക്കസ് ഏരിയ ഉണ്ടോ, ഫോക്കസ് ഏരിയ ഇല്ലയോ എന്നൊക്കെ ഒരു ചർച്ച ഒരു സൈഡില്. വേറൊരു സൈഡിൽ എന്താ, +1 റിസൾട്ട് എന്ന് വരും എന്നൊക്കെ, +1 വാല്യുവേഷൻ ഒക്കെ കഴിഞ്ഞു, അങ്ങനത്തെ കുറേയേറെ ചർച്ചകളാണ് നമുക്ക് ഈ സമയങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഉടനെ തന്നെ റിസൾട്ട് വരും, വാല്യുവേഷൻ ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള ലേറ്റ് ആയിട്ട് നടന്ന സബ്ജക്ട്സിന്റെ മാത്രമേ ഇനി ചെക്ക് ചെയ്യാനായിട്ടുള്ളൂ. ഭയങ്കര ലിബറൽ ആയിട്ട് തന്നെയാണ് ചെക്ക് ചെയ്തിരിക്കുന്നത്. സോ അതോർത്തൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് നമ്മുടെ ചാപ്റ്ററുകളിലേക്ക് കിടക്കാം. നമ്മൾ ഓൾറെഡി ഏതായിരുന്നു, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ഒരു പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമേ പാർട്ട് 1 കാണുക. പാർട്ട് 1 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രമേ പാർട്ട് 2 കാണാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. സോ ആദ്യമേ എന്ത് കാണുക, പാർട്ട് 1 കാണുക, അത് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, പാർട്ട് 2 കാണുക. പാർട്ട് 2 നമ്മൾ എക്സസൈസ് 2.2 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എക്സസൈസ് 2.2 കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തില്ല, കുറച്ച് ഭാഗങ്ങൾ, ഒരു 10, 15, 21 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 21 പകുതിയോളം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അതിന്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. സോ ഈ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ശ്രദ്ധിച്ച് കേട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഇടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കാം. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇതിന്റെ കുറെ ഇക്വേഷൻസ്, ഈ ചാപ്റ്റർ ഫുൾ ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് അറിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. വലിയ ട്രിഗ്നോമെട്രി പോലത്തെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഇതിനകത്ത് ചെറിയ ക്വസ്റ്റ്യൻസ്. സോ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്താ, ഫുൾ മാർക്ക് വരെ മേടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിലൂടെ ഉള്ളത്. നമ്മൾ ഓൾറെഡി പാർട്ട് 1 ഡിസ്കസ് ചെയ്തു. അത് കണ്ടിട്ട് ശേഷമേ നമുക്ക് ഇത് കാണാവുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി നേരെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. സെക്കൻഡ് പാർട്ട് പറയുന്നതിന് മുമ്പ് കുറെ ഇക്വേഷൻസ് ഉണ്ട്. ഈ എക്സസൈസ് 12.2 മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏതാണ്, എന്ന് പറഞ്ഞാൽ എക്സസൈസ് 12.2 ആണ്. എക്സസൈസ് 2.2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് കുറച്ച് ഇക്വേഷൻസ് ആണ് ഈ എക്സസൈസിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ്. ആ ഇക്വേഷൻസിനെ പറ്റി നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. നോക്കിയേ, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ കൂടെ കോസ് ഇൻവേഴ്സ് എക്സ് ആഡ് ചെയ്താൽ സെയിം ആയിരിക്കണം. ഇവിടെയും എക്സ്, ഇവിടെയും എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് രണ്ടിടത്തും സെയിം ആണെങ്കിൽ ആൻസർ എത്രയായിരിക്കും, π/2. രണ്ടിടത്തും സെയിം ആണെങ്കിൽ എന്തായിരിക്കും, ആൻസർ എത്രയായിരിക്കും, π/2. അപ്പൊ രണ്ടിടത്തും സെയിം നമ്പർ ആണെങ്കിൽ ആൻസർ എത്രയായിരിക്കും, π/2. ഇപ്പൊ എക്സിനോട് എന്ത് വേണമെങ്കിലും വരാം. ഇതൊരു നോക്കിയേ, ഉദാഹരണം കാണിച്ചു തരാം. നോക്കിയേ, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു പേര് നോക്കാം. നോക്കിയേ, സൈൻ ഇൻവേഴ്സ് നോക്കിയേ ഫൈസ്. ഓക്കെ, സൈൻ ഇൻവേഴ്സ് ഫൈസ് ഒരു പേരാ. സൈൻ ഇൻവേഴ്സ് ഫൈസ് പ്ലസ് കോസ് ഇൻവേഴ്സ് എന്താ, ഫൈസ്, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാ, π/2. രണ്ടിടത്തും സെയിം ആണെങ്കിൽ ആൻസർ എത്രയായിരിക്കും, π/2. ഇവിടെ ഫൈസ് എന്ന് തന്നെ പറഞ്ഞൊന്നുമില്ല, എന്ത് വേണമെങ്കിലും വരാം. എക്സ് കൂട്ടുള്ള എന്ത് വേണമെങ്കിലും വരാം. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ സ്ഥാനത്ത് എന്തായി, x² ആയി, പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ സ്ഥാനത്ത് എന്തായി, x² ആയി. അത് ചെയ്താലും ആൻസർ എത്ര തന്നെയാ കിട്ടുന്നത്, π/2. അതിന്റെ അർത്ഥം എന്താ, എന്തായിട്ട് സെയിം ആണ്. ഇപ്പൊ സൈൻ ഇൻവേഴ്സിനകത്തും കോസ് ഇൻവേഴ്സിനകത്തും സെയിം ആയിട്ടുള്ള സാധനമാണ് വരുന്നതെങ്കിൽ, സെയിം ആയിട്ടുള്ള വേരിയബിളാ വരുന്നതെങ്കിൽ കൂട്ടുമ്പോൾ എത്രയായിരിക്കും, π/2. ഡൗട്ട് ഇല്ലല്ലോ, എന്ത് വേണമെങ്കിലും വരാം സൈൻ ഇൻവേഴ്സ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ കിട്ടിയില്ലേ, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എത്രയാ, π/2 എന്ന് മനസ്സിലായി. ഇനി നോക്കിയേ, അടുത്ത നോക്കിയേ, ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സൈൻ ഇൻവേഴ്സ് പോലെ തന്നെ വേറെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നോക്കിയേ, നോക്കിയാ മക്കളെ, ഒന്നാമത് ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ഏതാ, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബോക്സിനകത്ത് ഇത് എഴുതിയിടുക കേട്ടോ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് 1 മാർക്കിനും ചോദിക്കാം, അല്ലാതെ എല്ലാം ചോദിക്കാം. രണ്ടാമത് സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും പോലെ തന്നെ കുറച്ച് വേറെ രണ്ടാൾക്കാരുണ്ട്. ഏതൊക്കെയാ, ടാൻ ഇൻവേഴ്സ് എക്സ്. ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ടാൻ ഇൻവേഴ്സ് എക്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്ത് വരക്കാം, അപ്പുറത്ത് കോട്ട് ഇൻവേഴ്സ് എക്സ്. കാരണം ടാനിന്റെയും കോട്ടും എന്താ, റെസിപ്രോക്കൽ. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എത്രയായിരിക്കും, അത് ചെയ്താൽ എത്ര കിട്ടും, π/2 എന്ന് കിട്ടും. മറക്കല്ലേ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് അത് ചെയ്താലും എത്ര കിട്ടുന്നത്, π/2. ഇത് എന്തിൽ എഴുതുക, ഒരു ബോക്സിൽ എഴുതിടുക. അപ്പം
ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ്, അതും എത്ര തന്നെയാ പൈ ബൈ ടു. ഒരു ഉദാഹരണം നോക്കിയേ, ടാൻ ഇൻവേഴ്സ് എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ടാൻ ഇൻവേഴ്സ് 1 മൈനസ് വൈ സ്ക്വയർ കൊടുത്തു. അപ്പം കോട്ട് ഇൻവേഴ്സിനകത്തും 1 മൈനസ് വൈ സ്ക്വയർ ആണെങ്കിൽ കണ്ടോ, ഇതിന് രണ്ടിനകത്തും എത്ര തന്നെയാ സെയിം നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ആൻസർ എത്ര ആയിരിക്കും, പൈ ബൈ ടു. സെയിം നമ്പർ ഇവിടെയും 1 മൈനസ് വൈ സ്ക്വയർ, ഇവിടെയും 1 മൈനസ് വൈ സ്ക്വയർ, രണ്ടിടത്തും സെയിം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എന്തായിരിക്കും, ആൻസർ പൈ ബൈ ടു. മനസ്സിലായല്ലോ? ഇപ്പൊ ഇതാണ് രണ്ടാമത്തെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ, ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കി, സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും പിന്നെ ഏതാ, ടാനും കോട്ടും. അടുത്ത ആരായിരിക്കും, യെസ് ഒബ്വിയസ്ലി ആരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏതാ, കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസിന്റെ കൂടെ ആരാ, സീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പൊ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സ്, സീക്കും കൊസീക്കും ഇതുപോലെ തന്നെ വരുവാണെങ്കിൽ ആൻസർ അവിടെ എത്ര തന്നെയായിരിക്കും, പൈ ബൈ ടു എന്ന് എഴുതാം. മനസ്സിലായല്ലോ? എത്രയായിരിക്കും, പൈ ബൈ ടു എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് വരുന്നത്. സോ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എത്ര തന്നെയാ, പൈ ബൈ ടു. വേണമെങ്കിൽ ഒരു ഉദാഹരണം കാണിച്ചു തരാം. അപ്പൊ സീക്ക് ഇൻവേഴ്സ് ഏതാ, സീക്ക് ഇൻവേഴ്സ് ഏതാ, നിങ്ങൾക്ക് തന്നെ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഏത് വന്നാലും ഞാൻ പറയില്ല, ഇവിടെ ആ ബ്രാക്കറ്റിനുള്ളിൽ ഏത് വന്നാലും അപ്പുറത്തും അതിന്റെ എന്ത് ചെയ്യോ വരും. നോക്കിയേ, സീക്ക് ഇൻവേഴ്സ് 2 പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എത്രയാ, അതിന്റെ അകത്ത് എത്ര തന്നെ വരുന്നു, 2 തന്നെ വന്നു. രണ്ടും സെയിം ആണെങ്കിൽ ആൻസർ ഓബ്വിയസ്ലി എത്രയായിരിക്കും, പൈ ബൈ ടു ആയിരിക്കും. അപ്പൊ മനസ്സിലായാലും ഇതാണ് നമുക്ക് ആദ്യം അറിയേണ്ട 3 ഇക്വേഷൻസ്. ഒന്നാമത്തത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു. രണ്ടാമത്തത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു. മൂന്നാമത്തത് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു പൈ ബൈ ടു. ഇത്ര മനസ്സിലായല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യുക, സൈനും കോസും എല്ലാം കഴിഞ്ഞു. ഇനി വേറെ ടാൻ ഇൻവേഴ്സിലേക്ക് കടക്കാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുല ആണേ, ശ്രദ്ധിച്ച മക്കളെ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. കൂടുതലും ക്വസ്റ്റ്യൻ വരുന്ന ഇതിന്റെ അകത്ത് നിന്ന് കേട്ടോ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇമ്പോർട്ടന്റ് ആണ്. ഫോർമുല എന്താ, ടാൻ ഇൻവേഴ്സ് ഇടുക, കോമൺ ആയിട്ട് ഇടുക, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സും വൈയും കൂടെ കൂട്ടുക, എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല ആണ്, വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല. മനസ്സിലായല്ലോ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. തിരിച്ചും അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ സ്ഥാനത്ത് എന്താ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസിന്റെ സ്ഥാനത്ത് എന്താവും, മൈനസ് ആവും. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈയുടെ സ്ഥാനത്ത് ഇവിടെ പ്ലസ് അല്ലേ, ഇവിടെ പ്ലസ് ആയിരുന്നപ്പോ ഇവിടെയും പ്ലസ്, ഇവിടെ മൈനസ് ആകുമ്പോൾ ഇവിടെയും തന്നെയാണ് മൈനസ് ആണ്. അപ്പൊ എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കി ഇവിടെ പ്ലസ് ആയിരുന്നപ്പോ ഇവിടെ മൈനസ് ആയി, അപ്പൊ തിരിയും, ഇവിടെ മൈനസ് ആകുമ്പോൾ ഇവിടെ എന്താവും, പ്ലസ് ആവും, 1 പ്ലസ് എക്സ് വൈ. മനസ്സിലായാലോ? ഈ രണ്ട് ഫോർമുല വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. എടുത്തെടുത്ത് അതാ പറയുന്നത്, ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. പുറത്ത് വെച്ചാൽ പറഞ്ഞേ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാലോ, ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് വൈ. മനസ്സിലായാലോ? ഈ രണ്ട് ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കണം. ഇനി 2 ടാൻ ഇൻവേഴ്സ് എക്സിനും ഈ ഒരൊറ്റ ഫോർമുല കൂടെ കഴിയുമ്പോൾ നമ്മുടെ പരിപാടിയിലാണ്. അപ്പൊ നോക്കി, അതുകൊണ്ട് നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നോക്കി, 2 ടാൻ ഇൻവേഴ്സ് എക്സ്, ഈ 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ ടാൻ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് പഠിക്കാനുള്ള ഇക്വേഷൻ, ഈ 3 ഇക്വേഷൻ കൂടെ ഒന്ന് പഠിച്ചു വെച്ചാൽ, ഇതെല്ലാം ലോഗരിതം ടേബിളിൽ ഉണ്ട് കേട്ടോ. ഈ ഒരു 3 ഇക്വേഷൻ കൂടെ പഠിച്ചു വെച്ചാൽ നമ്മുടെ സംഭവങ്ങളെല്ലാം തീരും. ആദ്യത്തെ ഇക്വേഷൻ 2 ടാൻ ഇൻവേഴ്സ് എക്സിന് സൈൻ ഇൻവേഴ്സ്, സൈനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. കണ്ടോ, 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്ത്, ഇപ്പം സൈനിലേക്ക് കണ്ടുമ്പോൾ എന്താവും, 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി വേണമെങ്കിൽ 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് എങ്ങോട്ടും കൺവേർട്ട് ചെയ്യാം, കോസ് ഇൻവേഴ്സിലേക്കും കൺവേർട്ട് ചെയ്യാം. എങ്ങോട്ടും കൺവേർട്ട് ചെയ്യാം, കോസ് ഇൻവേഴ്സിൽ. അപ്പൊ കോസ് ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 2x പോലെയാണോ വരുന്നത്, അല്ല, 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി ലാസ്റ്റ് വേറെ ഫോർമുലയും കൂടെ ഉണ്ട്. ഇതാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇതെല്ലാം പ്രോബ്ലത്തിൽ വരുന്നുണ്ട്. ആദ്യം വരുന്ന ഫോർമുല ഇതാ കേട്ടോ. 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ എങ്ങനെയാണ് ടാൻ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ അങ്ങോട്ടാ ടാൻ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്ത് വരും, 2x ഡിവൈഡഡ് ബൈ, ഇവിടെ 1 പ്ലസ് അല്ലേ, അപ്പൊ നമുക്ക് അതിന് വരെ എന്ത് ഇട്ടാൽ മതി, 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് ഇട്ടാൽ കേട്ടോ. ആദ്യത്തത് 1 പ്ലസ് എക്സ് സ്ക്വയർ, മൂന്നാമത്തെ എഴുതുന്നതാ 1 മൈനസ്. സൈൻ ഇൻവേഴ്സിലേക്കാണെങ്കിൽ പ്ലസ് വരും, ടാൻ ഇൻവേഴ്സിലേക്കാണെങ്കിൽ എന്താ, മൈനസ് വരും കണ്ടോ. ഇവിടെ 1 പ്ലസ്, ഇവിടെ എന്താ 1 മൈനസ്. 2x divided by 1 plus x square, 1 minus x square divided by 1 plus x square, 2x divided by 1 minus x square. ഇത്രയും കാര്യം മനസ്സിലായേ? ഇത്രയും കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സസൈസ് 2.2 മൊത്തം നമുക്ക് എന്ത് ചെയ്യാം. ഇനി നമുക്ക്
നേരെ എന്ത് ചെയ്യാം, നമ്മുടെ എക്സസൈസ് 2.2ലേക്ക് കിടക്കാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നോക്കാം. നോക്കി, എക്സസൈസ് 2.2 ഹെഡിങ് കൊടുക്കുക, എക്സസൈസ് 2.2. എന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്തു പോണേ. എക്സസൈസ് 2.2 അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാവേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൂവ് ദ ഫോളോയിങ്. നമുക്ക് എന്ത് ചെയ്യണം, പ്രൂഫ്. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ എന്താ, പ്രൂഫ് ആണേ. പ്രൂവ് ദ ഫോളോയിങ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിലെ എന്താണ്, 3 sin inverse x എന്താണ്, 3 sin inverse x which is equal to sin inverse 3x minus 4x cube. 3x minus 4x cube. രണ്ട് മൈനസിലോ ഒറ്റ മൈനസിലോ 3x minus 4x cube. ഈ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ്. പ്രൂഫ് എന്ന് പറഞ്ഞാൽ അതല്ലേ, LHS ഈക്വൽ ടു RHS. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇനി തൊട്ട് അതായത് 2.2 ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സിനും വൈക്കും ഒക്കെ, ഇപ്പൊ y ആണെങ്കിൽ y അല്ലെങ്കിൽ x ആണെങ്കിൽ x, ഇതിലെല്ലാം എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് പുട്ട് x ഈക്വൽ ടു, എക്സിന് എന്ത് കൊടുക്കാൻ പോവാ, എക്സിന് എന്താ കൊടുക്കാൻ പോവാ, ഇവിടെ സൈൻ വെച്ചിട്ടല്ലേ, അപ്പൊ നമ്മൾ കൊടുക്കും x ഈക്വൽ ടു എന്ത് കൊടുക്കും, സൈൻ തീറ്റ എന്ന് കൊടുക്കും. x ഈക്വൽ ടു എന്ത് കൊടുക്കും, സൈൻ തീറ്റ. ഇനി ഇതിനകത്ത് നിന്ന് തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. ഇപ്പൊ x ഈക്വൽ ടു എന്താണ്, സൈൻ തീറ്റ. ഇതിനകത്ത് നിന്ന് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇവിടെ ഞാൻ തീറ്റ എഴുതി. ഇപ്പൊ തീറ്റ, അപ്പൊ ഈ സൈൻ ഉണ്ട്, സൈൻ ഇങ്ങോട്ട് പോകും. ഇവിടെ തീറ്റ ഉണ്ട്, സൈൻ ഇങ്ങോട്ട് പോകുമ്പോ എന്താവും, ഡിവൈഡഡ് ബൈ സൈൻ അല്ല, എന്താവും, സൈൻ ഇൻവേഴ്സ്. തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, സൈൻ ഇൻവേഴ്സ് എക്സ്. ഇത് നമുക്ക് അവസാനം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ആദ്യമേ എക്സിന് എന്ത് കൊടുക്കുക, സൈൻ തീറ്റ കൊടുക്കുക. ഇതിനകത്ത് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, സൈൻ ഇൻവേഴ്സ് എക്സ് ആവും. ഓക്കെ, ഇത്ര മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമേ എന്താ, LHS നോക്കിയേ. LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്, 3 sin inverse x. 3 sin inverse x. അപ്പൊ നോക്കി, 3 ഉണ്ട്, സൈൻ ഇൻവേഴ്സ് ഉണ്ട്. എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെ എല്ലാം കൊണ്ട് എന്തിട്ട് വെച്ചേക്കണം, സൈൻ തീറ്റ. എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ എന്നല്ലേ, ഇവിടെ ഉണ്ടോ എക്സ് ഉണ്ട്, അപ്പൊ ഞാൻ അവിടെ കൊണ്ട് എന്തിട്ടു, സൈൻ തീറ്റ എന്നിട്ടു. കണ്ടോ, എക്സ് അവിടെ ഉണ്ട്, എക്സിനെ അവിടെ കൊണ്ട് എന്തിട്ടു, സൈൻ തീറ്റ. ബാക്കി അതുപോലെ തന്നെ 3 സൈൻ ഇൻവേഴ്സ് എക്സിനെ അവിടെ കൊണ്ട് എന്തിട്ടു, സൈൻ തീറ്റ എന്നിട്ടു. അപ്പൊ നോക്കി, സൈൻ ഇൻവേഴ്സും സൈനും കട്ട് ചെയ്ത് പോയി. സൈൻ ഇൻവേഴ്സും സൈനും കട്ട് ചെയ്ത് പോയി. ബാക്കി ഉണ്ട് 3 തീറ്റ എന്ന് കിട്ടി. എന്ത് കിട്ടി, 3 തീറ്റ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടി, 3 തീറ്റ എന്ന് കിട്ടി. ഇനി നോക്കി RHS റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കി. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്നാ ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡില് സൈൻ ഇൻവേഴ്സ് എന്നതാ 3x minus 4x cube എന്നാ. 3x minus 4x cube അല്ലെ, 3x minus 4x cube. അപ്പൊ നോക്കിയേ, സൈൻ ഇൻവേഴ്സ് എന്ത് വരും, സൈൻ ഇൻവേഴ്സ് 3x minus 4x cube എന്ത് വരും, നോക്കിയേ, എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, 3x ആ. എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെ എല്ലാം കൊണ്ട് എന്തിട്ടേക്കണം, സൈൻ തീറ്റ. അപ്പൊ 3 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എന്തിട്ടു, സൈൻ തീറ്റ മൈനസ് 4 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എക്സ് ക്യൂബ് എന്നാ, ക്യൂബാ. അപ്പൊ ക്യൂബ് എടുക്കണം. സൈനിന്റെ ക്യൂബ് എന്താ, സൈൻ ക്യൂബ് തീറ്റ. മനസ്സിലായല്ലോ, കണ്ടോ, സൈൻ ഇൻവേഴ്സ് 3x എന്നായിരുന്നു, എക്സിന്റെ സ്ഥാനത്ത് സൈൻ തീറ്റ കൊടുത്തു, മൈനസ് 4 ഇൻറ്റു എക്സ് ക്യൂബ്, അപ്പൊ സൈൻ ക്യൂബ് തീറ്റ. നോക്കിയാൽ മക്കളെ, സൈൻ ഇൻവേഴ്സ് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ +1 പഠിക്കുന്ന 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. എന്താണ് ഫോർമുല നോക്കിയേ, ഓർത്ത് വെക്കേണ്ട ഫോർമുല ആണ് സൈൻ 3 തീറ്റയുടെ ഇക്വേഷൻ. സൈൻ 3 തീറ്റയുടെ ഇക്വേഷൻ ആണ് എന്ത്, 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. അപ്പൊ അത് ജസ്റ്റ് കാണുമ്പോൾ ഓർത്ത് വെച്ചേക്കുക. 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ എന്നതാ, സൈൻ 3 തീറ്റ. സൈൻ 3 തീറ്റ. അപ്പൊ ഇതിനകത്ത് നോക്കിയാൽ സൈനും സൈൻ ഇൻവേഴ്സും അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. ബാക്കി ആൻസർ 3 തീറ്റ മാത്രമാണ്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിലും എന്ത് തന്നെ കിട്ടി, RHSലും എന്ത് തന്നെ കിട്ടി, 3 തീറ്റ. LHSലും എന്ത് തന്നെ കിട്ടി, 3 തീറ്റ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, LHS ഈക്വൽ ടു RHS എന്ന് എഴുതാമല്ലോ. രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പൊ LHS ഈക്വൽ ടു RHS. അതിനുശേഷം എന്ത് എഴുതാം, 3 സൈൻ ഇൻവേഴ്സ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താ, സൈൻ ഇൻവേഴ്സ് എന്താ, 3x minus 4x cube. ഹെൻസ് പ്രൂവ്ഡ്. മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ ഏതായിരുന്നു, 3 സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3x minus 4x cube. സൈൻ ഇൻവേഴ്സ് ആണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ഇട്ട് കൊടുത്തു, സൈൻ തന്നെ ഇട്ട് കൊടുത്തു. സൈൻ ഇട്ട് കൊടുത്തപ്പോ എന്ത് കിട്ടി, ആദ്യം LHS ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന് സ്ഥാനത്ത് സൈൻ തീറ്റ. അപ്പൊ എന്ത് ഇട്ട് കൊടുത്തു, ഉണ്ടോ, 3 സൈൻ ഇൻവേഴ്സ് എക്സ് എന്നായിരുന്നു, എക്സിന് സ്ഥാനത്ത് സൈൻ തീറ്റ കൊടുത്തു അല്ലെ. അപ്പം സൈനും സൈൻ ഇൻവേഴ്സും വെട്ടിപ്പോയി 3 തീറ്റ കിട്ടും. RHSലും അതേപോലെ തന്നെ 3x minus 4x cube. അപ്പൊ 3 ഇൻറ്റു സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. അത് സൈൻ 3 തീറ്റയുടെ ഇക്വേഷനാ. വെളിയിൽ സൈൻ ഇൻവേഴ്സ് ഉണ്ട്, സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റ. സൈനും സൈൻ ഇൻവേഴ്സും പോയി, ബാക്കി ഉണ്ട് 3 തീറ്റ എന്ന് കിട്ടി. അപ്പൊ 3 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, LHSലും RHSലും സെയിം ആണ്. അപ്പൊ LHS ഈക്വൽ ടു RHS. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി. ഹെൻസ് പ്രൂവ്ഡ്. മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ വേണ്ടി പോവാം. നോക്കിയാൽ മക്കളെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നാ പറയുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ
ഇതുപോലെ തന്നെ 3 cos inverse x, നേരത്തെ 3 sin inverse ആയിരുന്നു, ഇവിടെ 3 cos inverse x which is equal to cos inverse 4x minus 4x അല്ല 4x cube minus 3x 4x cube minus 3x. സിമ്പിൾ ആണ്. നേരത്തെ സൈൻ ഇൻവേഴ്സ് വന്നപ്പോൾ നമ്മൾ സൈൻ തീറ്റ എന്ന് കൊടുത്തു. നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? പുട്ട് എക്സ് ഈക്വൽ ടു, എല്ലാവർക്കും അറിയാം, നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, പുട്ട് എക്സ് ഈക്വൽ ടു എന്താണ്? കോസ് തീറ്റ. പുട്ട് എക്സ് ഈക്വൽ ടു കോസ് തീറ്റ. അപ്പൊ ഇതിനകത്ത് നിന്ന് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? കോസ് ഇൻവേഴ്സ് എക്സ് അല്ലെ? കോസ് ഇപ്പുറത്തോട്ട് പോയി, കോസ് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ്. ഇനി നോക്കിയാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എൽ എച്ച് എസ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എൽ എച്ച് എസ് എന്ത് കിട്ടും? 3 cos inverse x എന്നായിരുന്നു എൽ എച്ച് എസ്. അപ്പൊ 3 into cos inverse x, 3 into cos inverse എക്സ്. എക്സ് എത്രയാ? എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസ് തീറ്റ. എക്സിന്റെ സ്ഥാനത്ത് എന്ത് കിട്ടും? കോസ് തീറ്റ കിട്ടും. കോസും കോസ് ഇൻവേഴ്സും കൂടെ കട്ട് ചെയ്തു, ബാക്കി ഉണ്ട് 3 തീറ്റ. അപ്പൊ എൽ എച്ച് എസ് കിട്ടി, എന്ത് കിട്ടി? 3 തീറ്റ. ഇനി ആർ എച്ച് എസ് നോക്കി, ആർ എച്ച് എസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആർ എച്ച് എസിൽ എന്ത് ചെയ്യുന്നു? എന്താ ക്വസ്റ്റ്യൻ? കോസ് ഇൻവേഴ്സ് 4x ക്യൂബ് മൈനസ് 3x, 4x ക്യൂബ് മൈനസ് 3x. അപ്പൊ എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് 4x ക്യൂബ്. എക്സ് ക്യൂബിന്റെ സ്ഥാനത്ത് എന്താ? ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ, അപ്പൊ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ കോസ് ക്യൂബ് തീറ്റ മൈനസ് 3x. 3xന്റെ സ്ഥാനത്ത് എന്താ? 3 കോസ് തീറ്റ, 3 കോസ് തീറ്റ. ഇനി ഈ ഒരു ഇക്വേഷൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? കോസ് ഇൻവേഴ്സ്. ഇത് എന്തിന്റെ ഇക്വേഷനാ? ക്യൂബ് ഒക്കെ കാണുമ്പോഴേ ഓർക്കാമല്ലോ, കോസ് 3 തീറ്റ തന്നെയായിരിക്കും, കോസ് വെച്ചിട്ടുള്ളത്. അപ്പൊ കോസ് 3 തീറ്റ, കോസും കോസ് ഇൻവേഴ്സും വെട്ടിപ്പോയി. ഇവിടെയും ബാക്കി എന്നാ ഉണ്ട്? 3 തീറ്റ. എൽ എച്ച് എസിലും 3 തീറ്റ, ആർ എച്ച് എസിലും എന്താണ്? 3 തീറ്റ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്. എൽ എച്ച് എസ് ഈക്വൽ ടു എന്താണ്? ആർ എച്ച് എസ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ട് ലാസ്റ്റ് എന്ത് എഴുതാം? ക്വസ്റ്റ്യൻ എഴുതി വെക്കാം അല്ലെ, അല്ലെങ്കിൽ ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതി വെക്കാം. എന്ത് എഴുതി വെക്കാം? ഹെൻസ് പ്രൂവ്ഡ്. മനസ്സിലായല്ലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ വിജയകരമായി എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് മൂന്നാമത്തേലേക്ക് കിടക്കാം. നോക്കിയ മക്കളെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കഴിഞ്ഞ വർഷം ഫോക്കസ് ഏരിയയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ടാൻ ഇൻവേഴ്സ് 2/11 പ്ലസ് ടാൻ ഇൻവേഴ്സ് 7/24. 2/11 7/24 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? ടാൻ ഇൻവേഴ്സ് 1/2 എന്ന് കിട്ടണം. എത്ര കിട്ടണം? ടാൻ ഇൻവേഴ്സ് 1/2. ഓക്കെ, നമുക്ക് ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് കാണുമ്പോൾ അറിയാം, ഇത് ഈ പ്രൂഫ് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യമേ എന്തെടുക്കാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ ഇക്വേഷൻ? ടാൻ ഇൻവേഴ്സ് 2/11 പ്ലസ് ടാൻ ഇൻവേഴ്സ് 7/24. ഈ ഒരു ടൈപ്പ് ഇക്വേഷൻ നമ്മൾ ഇന്ന് പഠിച്ചായിരുന്നു. എന്തായിരുന്നു ആ ടൈപ്പ് ഒരു ഇക്വേഷൻ? നമ്മൾ പഠിച്ച ഇക്വേഷൻ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. ഈ ഒരു ടൈപ്പ് ഫോർമുല ആണ് ഇവിടെ. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഏതാ? 2/11, വൈയുടെ സ്ഥാനത്ത് ഏതാ? 7/24. ഇതിന്റെ ഇക്വേഷൻ ആയിരുന്നു ടാൻ ഇൻവേഴ്സ് അല്ലെ. ടാൻ ഇൻവേഴ്സ് എന്താ ഇക്വേഷൻ? എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. എന്താ ഫോർമുല? എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, നമുക്ക് ഇത് എന്തായാലും ചെയ്ത് നോക്കാം എങ്ങനെയാ ചെയ്യുന്നത്. എക്സ് പ്ലസ് വൈ, മക്കളെ ശ്രദ്ധിച്ചാടാ, എക്സ് പ്ലസ് വൈ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ. അതിന്റെ അർത്ഥം എന്താ? രണ്ടും കൂടെ എന്ത് ചെയ്യണം? അങ്ങോട്ട് കൂട്ടി വെക്കണം. എക്സ് പ്ലസ് വൈ കൂട്ടിക്കേ. 2/11 പ്ലസ് 7/24. 2/11 പ്ലസ് 7/24 ഹോൾ ഡിവൈഡഡ് ബൈ എന്നാ 1 മൈനസ് എക്സ് വൈ. 1 മൈനസ് എക്സ് വൈ. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തേ. 2/11നെയും 7/24 കൂടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത് അങ്ങോട്ട് ചെയ്ത് നോക്കാം. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമോ നോക്കാം. ശ്രദ്ധിച്ചേ, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ ടാൻ ഇൻവേഴ്സ് 1/2 ആണ് വേണ്ടതേ. നോക്കി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ്, ശ്രദ്ധിച്ചോണേ, ടാൻ ഇൻവേഴ്സ് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ ന്യൂമറേറ്ററിൽ. 2 into 24. 2 into 24 ഞാൻ ഡയറക്റ്റ് ചെയ്യുവാണേ. 2 into 24 എന്ന് വരും. 2 into 24 പ്ലസ് 7 into 11 എന്ന് വരും അല്ലെ. എന്ത് വരും? 2 into 24 പ്ലസ് അടുത്തേതാ? ഇങ്ങനെ 7 into 11. അപ്പൊ ഇങ്ങനെയൊക്കെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യമേ വലത്തോട്ട് 2 into 24, പിന്നെ 7 into 11 ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ആവും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഇടും? 11 into 24 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ, ശ്രദ്ധിച്ച് ഇനി ഇങ്ങോട്ട് ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യമേ ഇങ്ങനെ 1 into 11 into 24 അല്ലെ. 1 into 11 into 24 മൈനസ് അടുത്തേതാ? ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ 1 എന്നർത്ഥം. 1 into 2 into 7 അല്ലെ. ഒന്നും ഇല്ലെങ്കിൽ 1 എന്നർത്ഥം. 1 into 2 into 7 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ. അപ്പൊ 1 അല്ലേ. 1 into 11 into 24. 1 into 11 into 24 എത്ര തന്നെയാ? 11 into 24. അപ്പൊ നോക്കിയേ, ഇവിടുത്തെ ഇതും കൂടെ എന്ത് ചെയ്യും? കട്ട് ചെയ്തു. കാരണം രണ്ടിടത്തും എന്താ? 11 into 24 ആ. ഇതിനെ ചെറുതാക്കി എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് എന്ത് കിട്ടും? 2 into 24. 2നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലാവർക്കും അറിയാം 2 into 24 എത്രയാ? 48 ആണല്ലോ.
7 into 11 7നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്രയാ 77 എന്ന് കിട്ടും. ഡൗട്ട് ഇല്ലല്ലോ? ശ്രദ്ധിച്ച മക്കളെ, ഇവിടെ 1 into 11 into 24 എത്ര കിട്ടും? 24 into 10 എന്ന് പറഞ്ഞാൽ 240. 24 into 11 എന്ന് പറഞ്ഞാൽ എത്ര? 240 plus 24 264 എന്ന് കിട്ടും. എത്ര കിട്ടും? 264. പിന്നെ മൈനസ് 1 into 2 into 7 1 into 2 into 7 2 7 എത്രയാ? 14. അപ്പൊ ഇതിനെ ചെറുതാക്കി നമ്മുടെ ആൻസർ ആയി. എത്ര കിട്ടും? tan ഇൻവേഴ്സ് ശ്രദ്ധിച്ച മക്കളെ 48 plus 77 48ഉം 77ഉം കൂട്ടിയ 125. ഇവിടെ ഡിവൈഡഡ് ബൈ 264 minus 14 250 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് എത്താറായി. ശ്രദ്ധിച്ചേ, ആൻസറിലേക്ക് എത്താറായി. ശ്രദ്ധിച്ചോ. അപ്പൊ എന്ത് കിട്ടി നമുക്കിപ്പം? ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് tan ഇൻവേഴ്സ് 125 ഡിവൈഡഡ് ബൈ 250. 125ന്റെ ഇരട്ടിയല്ലേ 250? 125ന്റെ ഇരട്ടിയാണ് 250. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? tan ഇൻവേഴ്സ് ഇരട്ടിയായിട്ട് 1ന്റെ ഇരട്ടിയല്ലേ, എല്ലാത്തിനെയും 125 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 125 by 125 1. 250നെ 125 കഴിച്ചാലും 2. അപ്പൊ ഇരട്ടി ആയതുകൊണ്ടാണ് 1/2. അപ്പൊ ഇതല്ലായിരുന്നു നമ്മുടെ RHS. അപ്പൊ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. RHS ആയിരുന്നു പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് അവിടെ വരെ മനസ്സിലായാലോ? നോക്കിയ മക്കളെ, നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നമല്ല, ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നോക്കിയേ, ഇവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത്? 2 tan ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നേരത്തെ എന്നായിരുന്നു? tan ഇൻവേഴ്സ് 1/2 എന്നായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ അങ്ങനെയല്ല. 2 tan ഇൻവേഴ്സ് എന്താണ്? 1/2. അപ്പൊ ഇതിനെ എങ്ങനെ ചെയ്യും എന്ന് നന്നായിട്ട് അറിയണം. ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നേരത്തെ ഞാൻ 2 ഇക്വേഷൻസ് പഠിപ്പിച്ചായിരുന്നു. 2 അല്ല 3 ഇക്വേഷൻ പഠിപ്പിച്ചായിരുന്നു. ഏതാ? 2 tan ഇൻവേഴ്സ് എക്സിനെ എങ്ങനെയാണ് നമ്മള് ഏതിലേക്കാ നമ്മള് tan ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? 2 tan ഇൻവേഴ്സ് എക്സിനെ ടാനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ആ ഇക്വേഷൻ എല്ലാവരും ഒന്ന് പറഞ്ഞേ. 2 tan ഇൻവേഴ്സ് എക്സിനെ ടാനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കിയാൽ ഈ 2 tan ഇൻവേഴ്സ് എക്സ്, ഈ 2 tan ഇൻവേഴ്സ് എക്സിനെ എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ടാൻ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് എന്തായിരുന്നു ഇക്വേഷൻ? 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. എന്തിനു വേണ്ടി ഇത് കൺവേർട്ട് ചെയ്യുന്നത്? കാരണം നമുക്ക് ഈ 2 tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ ആ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല എന്നതാ? നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ അല്ലെ? tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ ഈ ഫോർമുല. ഇതിന്റെ കൂടെ 2 ഉണ്ടോ? ഇതിന്റെ കൂടെ 2 ഇല്ല. അപ്പൊ ആ 2 എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇവിടെ. ഉണ്ടോ? ഇവിടെ 2 ഉണ്ട്, പക്ഷെ അത് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും 2 ഇല്ല. അപ്പൊ ഇതിനെ മാറ്റുമ്പോൾ എന്ത് വരും? tan ഇൻവേഴ്സ് 2x. 2x എന്ന് പറഞ്ഞാൽ എന്താ? 2 into x. ഇവിടുത്തെ x എത്രയാ? x എത്രയാ? 1/2. അപ്പൊ 2 into 1/2 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ക്വയർ. അപ്പൊ എത്രയാ? എക്സ് സ്ക്വയർ. കണ്ടോ? എക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ അല്ല, പക്ഷെ ഇവിടുത്തെ എക്സ് ഏതാ? ഇവിടുത്തെ എക്സ് ഏതാ? 1/2. അപ്പൊ 1 കണ്ടോ? 1 മൈനസ് എക്സ് സ്ക്വയർ എന്നായിരുന്നു. എക്സിന്റെ സ്ഥാനത്ത് എത്രയാ? 1/2. അപ്പൊ 1/2ന്റെ സ്ക്വയർ. 1/2ന്റെ സ്ക്വയർ. മനസ്സിലായോ? 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. നോക്കിയേ, tan ഇൻവേഴ്സ് ശ്രദ്ധിച്ചേ ഈ 2ഉം ഈ 2ഉം കൂടെ കട്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2ന്റെ സ്ക്വയർ. 1/2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1നെ സ്ക്വയർ ചെയ്താൽ 1, 2നെ സ്ക്വയർ ചെയ്താൽ 4. കണ്ടോ? 2നെ സ്ക്വയർ ചെയ്താൽ 4. ഇവിടെ 2നെ സ്ക്വയർ ചെയ്തപ്പോൾ എത്ര കിട്ടി? 4. അപ്പൊ എത്ര കിട്ടി ഇവിടെ? 2 tan ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു 2 tan ഇൻവേഴ്സ് എക്സിന്റെ സ്ഥാനത്ത് എത്രയാ? 1/2 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? tan ഇൻവേഴ്സ് ഇവിടെ എത്രയാ? ന്യൂമറേറ്ററിൽ 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 1 മൈനസ് 1/4. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. 1 into 4 4, പിന്നെ മൈനസ് 1 into 1 4 മൈനസ് 1 into 1 എത്രയാ? 1 ഡിവൈഡഡ് ബൈ 1 into 4 4. അപ്പൊ ഇങ്ങനെ കിട്ടും. അപ്പൊ എത്ര കിട്ടും? tan ഇൻവേഴ്സ് 3 1 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 എത്രയാ? 3 ഡിവൈഡഡ് ബൈ 4. 4 മൈനസ് 1 3 ഡിവൈഡഡ് ബൈ 4. അപ്പൊ എത്ര കിട്ടി? tan ഇൻവേഴ്സ് ഈ 1/3/4 എന്ന് പറഞ്ഞാൽ 4 അങ്ങോട്ട് പോകും, നേരെ മുകളിലോട്ട് പോകും. നമുക്കറിയാം. അപ്പൊ tan ഇൻവേഴ്സ് 4 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഇതന്നെയാണോ നമുക്ക് കിട്ടിയ ആൻസർ? ശ്രദ്ധിച്ചു. 2 tan ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എന്താ കിട്ടി? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? tan ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്നായിരുന്നു. tan ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ എന്താണ്? 1 മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പൊ നോക്കിയേ, എക്സിന്റെ സ്ഥാനത്ത് 1/2 കൊടുത്തു, ഇവിടെയും എക്സിന്റെ സ്ഥാനത്ത് 1/2. 1 മൈനസ് 1/2 ഹോൾ സ്ക്വയർ. 1 മൈനസ് 1/4 എന്നായി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 4. 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ 4. 4 നേരെ വെളിയിൽ പോകും. അപ്പൊ tan ഇൻവേഴ്സ് എന്ത് കിട്ടി? 4/3 കിട്ടി. അപ്പൊ മനസ്സിലായോ? ഈ 2 tan ഇൻവേഴ്സ് 1/2 കണ്ടോ? ഇവിടുത്തെ 2 tan ഇൻവേഴ്സ് 1/2ന് പകരമാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? tan ഇൻവേഴ്സ് 4/3. മനസ്സിലായല്ലോ? 2 tan ഇൻവേഴ്സ് 1/2ന് പകരം എന്താണ്?
ടാൻ ഇൻവേഴ്സ് 4/3. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാലോ. 2 ടാൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കൊടുക്കുന്നു? 2 ടാൻ ഇൻവേഴ്സ് 4/3 പ്ലസ് അടുത്ത ഏതാ? ടാൻ ഇൻവേഴ്സ് 1/7. അപ്പൊ ടാൻ ഇൻവേഴ്സ് 1/7. ഇപ്പൊ നമുക്ക് പഴയ പോലെ ചെയ്യാലോ. പഴയ പോലെ തന്നെ ചെയ്യാം. ഫോർമുല അപ്ലൈ ചെയ്യാം. ഈ ഫോർമുല ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y ഫോർമുല അപ്ലൈ ചെയ്യാം. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അപ്ലൈ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് 4/3 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7. ഫോർമുല എന്നതാ? ടാൻ ഇൻവേഴ്സ് x പ്ലസ് y. ടാൻ ഇൻവേഴ്സ് x പ്ലസ് y. x പ്ലസ് y എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 4/3 പ്ലസ് 1/7 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് xy. xy എന്ന് പറഞ്ഞാൽ 1 മൈനസ് 4/3 ഇൻറ്റു 1/7. 4/3 ഇൻറ്റു 1/7. മനസ്സിലായല്ലോ? ഈ ഒരു സാധനം സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടും. നോക്കിയേ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് എത്ര കിട്ടും? 4 ഇൻറ്റു 7 7 4 28 പ്ലസ് 3 ഇൻറ്റു 1 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 7 21 ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെയോ 1 ഇൻറ്റു 3 ഇൻറ്റു 7 1 ഇൻറ്റു 3 3 3 ഇൻറ്റു 7 21 1 ഇൻറ്റു 3 3 3 ഇൻറ്റു 7 21 മൈനസ് ഇവിടെ 1 ഇൻറ്റു 4 ഇൻറ്റു 1 1 ഇൻറ്റു 4 ഇൻറ്റു 1 എത്രയാ? 4 ഇൻറ്റു 1 4. അപ്പൊ 1 ഇൻറ്റു 4 ഇൻറ്റു 1 4 ഡിവൈഡഡ് ബൈ ഇവിടെ 1 ഇൻറ്റു 3 ഇൻറ്റു 7 ഇൻറ്റു 1 ഇൻറ്റു 3 ഇൻറ്റു 7 3 ഇൻറ്റു 7 എത്രയാ? 21. നോക്കിയേ ഈ 21ഉം ഈ 21 എന്ത് ചെയ്യും? കട്ട് ചെയ്തു പോകും. ബാക്കി എന്നാ ഉണ്ട്? ടാൻ ഇൻവേഴ്സ് 28 പ്ലസ് 3 28 പ്ലസ് 3 എത്രയാ? 31 ഡിവൈഡഡ് ബൈ 21 മൈനസ് 4 എത്രയാ? 17. ഇപ്പൊ കിട്ടിയില്ലേ? ടാൻ ഇൻവേഴ്സ് 31 ഡിവൈഡഡ് ബൈ 17. മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നോക്കിയേ ക്വസ്റ്റ്യനിൽ RHS എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് 31/7 അല്ലായിരുന്നു. ആ ഒരു സാധനമാണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്ത് വെച്ചത്. ചെയ്തതിലുള്ള ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യമേ നമുക്ക് 2 ടാൻ ഇൻവേഴ്സ് 1/2 എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ടാൻ ഇൻവേഴ്സിലേക്ക്. ആ 2 ഞങ്ങൾ എടുത്ത് കളയണം. കളഞ്ഞ വഴി മനസ്സിലായല്ലോ? ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മുടെ ജനറൽ ഇക്വേഷൻ ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ആൻസർ എത്തിച്ചു. 4ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞേ. ഇതായിരുന്നു നമുക്ക് പ്രൂഫ് ചെയ്യാനുള്ള 4 ക്വസ്റ്റ്യൻസ്. ഇനി നോക്കിയേ, ഇനി 5 6 7 ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. 5 6 7 8 ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇച്ചിരി കൂടെ എളുപ്പമാക്കാൻ പോകും. എളുപ്പം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഈ അടുത്ത വീഡിയോയിൽ 5 തൊട്ട് 10 വരെ ഉള്ളത്. അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യും? 5 തൊട്ട് 10 വരെ ഉള്ളത്. പക്ഷേ കുറെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്കൊന്ന് ഇപ്പൊ ചെയ്യാം. കാരണം ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്ത് നാളെ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ ഈസി ആക്കാൻ വേണ്ടി ഞാൻ നേരെ എന്ത് ചെയ്യുക? 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ബാക്കി 5 തൊട്ട് ചെയ്യത്തില്ലെന്നല്ല, അത് അടുത്ത വീഡിയോയിൽ ചെയ്യും. ഇപ്പൊ നോക്കിയേ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ്. ഇത് എത്രാമത്തെയാ? വാല്യൂസ് ഓഫ് ദ ഫോളോയിങ് 11ാമത്തെ തൊട്ട് കേട്ടോ. 11 തൊട്ട് എത്രയാ? 15 വരെ ഉണ്ട്. അതൊന്ന് ചെയ്ത് നോക്കാം. നോക്കിയേ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ടാൻ ഇൻവേഴ്സ്. ഇതും എളുപ്പമെന്നല്ല, പക്ഷെ എളുപ്പമാക്കി തരാം. നോക്കിയേ ടാൻ ഇൻവേഴ്സ് 2 cos 2 sin ഇൻവേഴ്സ് 1/2. 2 cos 2 sin ഇൻവേഴ്സ് 1/2. ഇത് 11ാമത്തെ ക്വസ്റ്റ്യൻ. നേരെ 4ൽ നിന്ന് എങ്ങോട്ടാ ചാടിയത്? 4ൽ നിന്ന് നേരെ 11ലേക്കാണ് ചാടിയത്. ടാൻ ഇൻവേഴ്സ് 2 cos 2 sin ഇൻവേഴ്സ് 1/2. ഇത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുവാണെങ്കിൽ തന്നെ ഇത് നേരെ തുടങ്ങേണ്ടത് ഏതാ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നല്ല തുടങ്ങുന്നത്. ഇങ്ങനത്തെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എവിടെ നിന്ന് തുടങ്ങും? നേരെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് തുടങ്ങും. അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് ഏതാ? 2 sin ഇൻവേഴ്സ് 1/2. അപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ വാല്യൂ വരണം 2 sin ഇൻവേഴ്സ് 1/2. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്ത 2 sin ഇൻവേഴ്സ് 1/2. 2 ഇൻറ്റു സൈന്റെ ഏത് വാല്യൂവിനാണ് 1/2 എന്ന് പറയുന്നത്? അപ്പൊ നമുക്കറിയാം sin 30 ആണ് എത്ര? 1/2. sin 30 ആണ് 1/2. അപ്പൊ sin ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ സൈൻ അപ്പുറത്തോട്ട് പോകും. sin ഇൻവേഴ്സ് 1/2 എത്രയാ? 30 ഡിഗ്രി. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? π/6. ഇതെല്ലാം സിമ്പിൾ ആണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക്, കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുകൊണ്ട് അത് കയറി കണ്ടതിന് ശേഷമുള്ള ഇത് ചെയ്യാവുള്ളൂ. ഈ 2 sin ഇൻവേഴ്സ് 1/2 ഇതിന്റെ അകത്ത് സൈൻ ഇൻവേഴ്സ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? sin 30 ആവും. sin 30 എന്ന് പറയുന്നതാണ് 1/2. സൈന്റെ 30ക്കാണ് 1/2. അപ്പൊ 30നെ നമ്മൾ റേഡിയനിൽ എഴുതുമ്പോൾ എന്തെഴുതും? π/6 എന്ന് എഴുതും. കണ്ടോ? അപ്പൊ 2 ഇൻറ്റു എന്ത് കിട്ടി? 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2 π/6. ഈ 2ഉം 6 കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? π/3 എന്ന് കിട്ടും. അപ്പൊ എന്ത് വരും? ഇതിനെ വീണ്ടും ചെറുതാക്കുമ്പോൾ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് 2 cos എന്താ 2 ഇൻറ്റു π/6 എന്നല്ലായിരുന്നോ? 2 ഇൻറ്റു π/6. ഓക്കെ, 2 ഇൻറ്റു അല്ലെ, ഇവിടെ ഒരു കോസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2 സ്ഥാനത്ത് എന്ത് കൊടുത്തു? π/6. കണ്ടോ? π/6. ഈ 2ഉം 6 കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? π/3. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? ടാൻ ഇൻവേഴ്സ് 2 cos എത്രയാ? π/3. π/3 എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? π/3 എന്ന് പറഞ്ഞാൽ 180/3. 180/3 എത്രയാ? 60 ഡിഗ്രിയാ. 180/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി. അപ്പൊ ടാൻ ഇൻവേഴ്സ് എന്ത് കിട്ടിയത്? 2 cos 60. അപ്പൊ ഇത് എന്നതാ? cos π/3. cos π/3 എന്ന് പറഞ്ഞാൽ cos 60. cos 60യുടെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. cos 60യുടെ വാല്യൂ എത്രയാ? 1/2 ആ.
കോസ് 60 എന്ന് കിട്ടും അല്ലെ, കോസ് 60. അപ്പൊ നോക്കിയേ കോസ് 60 എന്ന് പറഞ്ഞാൽ എത്രയാ 5/2. അപ്പൊ എത്ര കിട്ടും ഇത്, ടാൻ ഇൻവേഴ്സ് 2 കോസ് 60 1/2. അപ്പൊ 1/2 2ഉം കൂടെ കട്ട് ചെയ്തു പോകും. ലാസ്റ്റ് എന്താ ഉണ്ട്, ലാസ്റ്റ് വരുന്നത് ടാൻ ഇൻവേഴ്സ് 1 എന്ന് കിട്ടും. ടാന്റെ ഏത് വാല്യൂനാ 1, ടാൻ 45നാണ് 1. 45 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാ 5/4 അല്ലെ. 45 ഡിഗ്രി നമുക്ക് എങ്ങനെ എഴുതാം 5/4. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എത്ര കിട്ടി, ഈ ക്വസ്റ്റ്യൻ ആൻസർ ആണ് 5/4. വലിയ പാടില്ലാത്ത ക്വസ്റ്റ്യൻ അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, അപ്പം ഇതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക, ഒന്നുകൂടെ വീഡിയോ കാണുക. അല്ലെങ്കിൽ വീണ്ടും മനസ്സിലായില്ല എന്ത് ചെയ്യുക, നേരെ കമന്റ് ബോക്സിൽ ഇട്ടേക്കണം. നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആൻസർ ഒട്ടനെ തരാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇരുന്ന് നോക്കിയേ. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കോട്ട് ഓഫ് ടാൻ ഇൻവേഴ്സ് എ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എ. നോക്കിയേ, കോട്ട് ഓഫ് ടാൻ ഇൻവേഴ്സ് എ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എ. നോക്കിയാണ് മക്കളെ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞായിരുന്നു, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എത്രയാ അറിയാലോ. രണ്ടിടത്തും സെയിം ആണെങ്കിൽ ആൻസർ എത്രയാ 5/2. അപ്പൊ ഇതിനെ നോക്കി, ഇവിടെ രണ്ടിടത്തും സെയിം അല്ലേ, ടാനും ആണ് കോട്ടും ആണ്, രണ്ടും സെയിം ആ, എയും എയും. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാ 5/2. ഇതിന് വരെ എന്ത് കൊടുക്കാം, കോട്ട് 5/2 എന്ന് കൊടുക്കാം. 5/2 എന്ന് പറഞ്ഞാൽ എത്രയാ 90 ഡിഗ്രി. കോട്ട് 90യുടെ വാല്യൂ ഓർക്കുക, എത്രയാ 0. കിട്ടിയില്ലേ 12ാമത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് തീർന്നു. ഇനി അടുത്ത ഏതാ 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതും സിമ്പിൾ ആണ്, കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ഒക്കെ തോന്നും, പക്ഷെ അതെന്താ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ. നോക്കിയേ 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടാൻ ഓഫ് ഹാഫ് വെളിയിലാണേ. ടാൻ ഓഫ് ഹാഫ് ബാക്കി എന്നാ ഉണ്ട്, ബാക്കി സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് കോസ് ഇൻവേഴ്സ് 1 മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി നോക്കി, ഈ വീഡിയോയുടെ തുടക്കം ഞാൻ പറഞ്ഞു ടാൻ ഇൻവേഴ്സിന് 2-3 ഇക്വേഷൻസ് ഞാൻ പഠിപ്പിച്ചായിരുന്നു. എന്തായിരുന്നു ടാൻ ഇൻവേഴ്സിന്റെ ഇക്വേഷൻസ്, ഓർക്കുന്നുണ്ടോ? അത് അറിയാവുന്നവരാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ടാൻ ഇൻവേഴ്സ് 2 ടാൻ ഇൻവേഴ്സ് എക്സിന് പഠിപ്പിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത്, സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ആ സെയിം സാധനം അല്ലേ ഇവിടെ കിടക്കുന്നുണ്ടോ, സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം, ടാൻ ഉണ്ട്, വെളിയിൽ ഹാഫും ഉണ്ട്. ഇതുണ്ടോ, ഈ ഒരു സാധനത്തിന് സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ വരെ നമുക്ക് എന്ത് കൊടുക്കാം, 2 ടാൻ ഇൻവേഴ്സ് എക്സ് കൊടുക്കാം. എന്ത് കൊടുക്കാം, 2 ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ്. ഇനി ശ്രദ്ധിച്ചേ, ഈ 2 ടാൻ ഇൻവേഴ്സ് എക്സിന് വേറെ ഇക്വേഷൻ കൂടെ പഠിപ്പിച്ചായിരുന്നു കോസിന്റെ ടേംസിൽ. കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലെ, 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇത് എന്തിന്റെ ഇക്വേഷൻ തന്നെയാ, 2 ടാൻ ഇൻവേഴ്സ് എക്സിന്റെ തന്നെയാ. പക്ഷെ ഇവിടെ നോക്കിയ ക്വസ്റ്റ്യനിൽ 1 മൈനസ് എക്സ് സ്ക്വയറിന് വരെ എന്താ, വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. എക്സും വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പൊ എന്താവും, 2 ടാൻ ഇൻവേഴ്സ് എക്സിന്റെ സ്ഥാനത്ത് എന്താവും, 2 ടാൻ ഇൻവേഴ്സ് എക്സിന് വരെ എന്താവും, ഇവിടെ വൈ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും, 2 ടാൻ ഇൻവേഴ്സ് വൈ. കണ്ടോ, അപ്പൊ ഇത് മാറിയത് കണ്ടോ, ആദ്യത്തത് 2 ടാൻ ഇൻവേഴ്സ് എക്സ്, രണ്ടാമത്തെ എന്താ 2 ടാൻ ഇൻവേഴ്സ് വൈ. ഇനി ശ്രദ്ധിച്ചേ, ടാൻ ഓഫ് ഹാഫ് ഉണ്ട് വെളിയിൽ, ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് എന്നാ ഉണ്ട്, 2 ഉണ്ട്. ടാൻ ഒന്നും കോമൺ എടുക്കാൻ പറ്റത്തില്ല, അപ്പൊ 2 കോമൺ എടുത്തു വെളിയിൽ. 2 കോമൺ എടുത്തതിന് ശേഷം ബാക്കി എന്നാ ഉണ്ട്, അകത്ത് ടാൻ ഇൻവേഴ്സ് എക്സും ഉണ്ട്, അപ്പുറത്തന്നെ ടാൻ ഇൻവേഴ്സ് വൈ ഉണ്ട്. കണ്ടോ, 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ്, പിന്നെ 2 കോമൺ എടുത്തു ടാൻ ഇൻവേഴ്സ് വൈ. നോക്കി, ഈ 2 കൂടെ കട്ട് ചെയ്തു പോകും. അപ്പൊ ബാക്കി എന്നാ ഉണ്ട്, ടാൻ ഓഫ് അകത്തന്നെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. ഇപ്പോഴേ ഡയറക്റ്റ് കട്ട് ചെയ്ത് കളയല്ലേ, നമ്മൾ ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യണം. എന്താണ് ഫോർമുല, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ ഫോർമുല എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ടാൻ ഇൻവേഴ്സ് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. രണ്ടുകൂടെ എന്ത് ചെയ്യണം, ആദ്യമേ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ടാനും ടാൻ ഇൻവേഴ്സും വെട്ടിപ്പോയി, ബാക്കി എന്നാ ഉണ്ട്, എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. വലിയ പാടില്ലല്ലോ. എന്ത് ചെയ്തു, നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന ഫോർമുല ആയിരുന്നു അല്ലെ, 2 ടാൻ ഇൻവേഴ്സ് എക്സും 2 ടാൻ ഇൻവേഴ്സ് വൈയും. 2 കോമൺ എടുത്തു, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു, ഫോർമുല അപ്ലൈ ചെയ്തു, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. എവിടെയൊക്കെ ടാനും ടാൻ ഇൻവേഴ്സും അടുത്തുണ്ടോ അതെല്ലാം എന്ത് ചെയ്യുക, വെട്ടിക്കളയും. എന്ത് കിട്ടിയ ആൻസർ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 14ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1. ഇങ്ങനെയാണ് ഫോർമുല നടക്കുന്നത്. സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു
1 ഇങ്ങനെയാണ് നടക്കുന്നത്. ഫൈൻഡ് എക്സ്. ഇതിനകത്ത് എന്ത് കണ്ടുപിടിക്കുക? എക്സ് കണ്ടുപിടിക്കുക. പല രീതിയിൽ ചെയ്യാം, എളുപ്പമുള്ള ഒരു മെത്തേഡ് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സൈൻ ഉണ്ട്, സൈന് നേരെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പൊ എന്താവും? സൈൻ ഇൻവേഴ്സ് 1 ആകത്തില്ലേ? സൈന് നേരെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? സൈൻ ഇൻവേഴ്സ് 1 ആവും. അപ്പൊ ബാക്കി ആരൊക്കെ ഉണ്ട് ബ്രാക്കറ്റിലുള്ള ആൾക്കാർ ആരൊക്കെയാ? സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ്. പക്ഷെ ആ സൈൻ ഉണ്ട്, സൈൻ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ആള് സൈൻ ഇൻവേഴ്സ് ആവും, സൈൻ ഇൻവേഴ്സ് 1. ശ്രദ്ധിച്ചല്ലോ, മനസ്സിലായല്ലോ? സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. സൈനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയപ്പോ സൈൻ ഇൻവേഴ്സ് 1. ഇനി നോക്കിയേ, സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു സൈന്റെ ഏത് വാല്യൂനാണ് 1 എന്ന് നോക്കണം. സൈന്റെ ഏത് വാല്യൂനാണ് 1? സൈൻ 90ക്കാണ് 1. സൈൻ 90 ഇസ് ഈക്വൽ ടു 1. 90 വരണമെങ്കിൽ എന്താ? π/2 ആണ് അല്ലെ? 90 വരണമെങ്കിൽ സൈൻ π/2 ആണ് 1. അപ്പൊ എത്ര കിട്ടിയത്? π/2 അല്ലെ? സൈൻ ഇൻവേഴ്സ് 1 എത്രയാ? π/2. ഇനി നമ്മൾ ഒരു സാധനം പഠിച്ചിട്ടുണ്ടല്ലോ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ അല്ലെ, ഈ വീഡിയോയുടെ തുടക്കത്തിൽ. എന്താ? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എത്രയാ? π/2. സൈനും കോസും ആയിരിക്കണം, അതുപോലെ രണ്ടിടത്തും എന്തായിരിക്കണം? എക്സും ആണെങ്കിൽ എത്രയായിരിക്കും? π/2. ഇവിടെ നോക്കിയേ, π/2 ആണ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ ഫൈൻ. ഇവിടെ 1/5, ഇവിടെ അറിയത്തില്ല. അത് രണ്ടും കൂടെ കൂട്ടിയപ്പോ പക്ഷെ എത്ര കിട്ടി? π/2 കിട്ടി. രണ്ടും കൂടെ കൂട്ടുമ്പോ π/2 കിട്ടണമെങ്കിൽ രണ്ടിടത്തും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ ഏതാണോ അത് തന്നെ ആയിരിക്കണം ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ ഏതാണോ അത് തന്നെ ആയിരിക്കണം ഇപ്പുറത്ത്. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടിയില്ലേ? എക്സ് ഈക്വൽ ടു എത്ര കിട്ടി? എക്സ് ഈക്വൽ ടു 1/5. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായെന്ന് വരുന്നു. എക്സ് ഈക്വൽ ടു എത്ര കിട്ടി? 1/5. മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നേരെ സൈനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് 1 ആയി. സൈൻ ഇൻവേഴ്സ് 1 എത്രയാ? π/2. രണ്ടിടത്തും സെയിം ആവണം. അതാണ് എക്സ് ഈക്വൽ ടു എത്ര കിട്ടി? 1/5 കിട്ടി. ഇനി മനസ്സിലായല്ലോ? 14 കഴിഞ്ഞു. നേരെ നമുക്ക് എത്രയിലേക്ക് കിടക്കാം? 15ലേക്ക് കിടക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. അത് ഇച്ചിരി ലെങ്തി ആണ്, പക്ഷേ നമുക്ക് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് x-1 ഡിവൈഡഡ് ബൈ x-2 x-1 divided by x-2 plus tan inverse x plus 1 divided by x plus 2 which is equal to 3d π/4 which is equal to 3d π/4. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്നതാ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ചെയ്ത് നോക്കാം. നോക്കി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്ത് ടൈപ്പ് ഫോർമുല? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഫോർമുല അല്ലേ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഫോർമുല. എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ? ടാൻ ഇൻവേഴ്സ് എന്താ ഫോർമുല? എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഇപ്പൊ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആദ്യത്തെ ഏതാ? x-1 ഡിവൈഡഡ് ബൈ x-2. ഇതിനെ എക്സ് ആക്കി എടുക്കണേ, ടോട്ടൽ എക്സ് ആക്കി. ഇതെന്താ? ടോട്ടൽ വൈ. ഇവിടെ എന്താ ഫോർമുല? എക്സ് പ്ലസ് വൈ. രണ്ടുകൂടെ കൂട്ടണം. അപ്പൊ ഇതേ പ്ലസ് രണ്ടാമത്തെ ഏതാ? എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 കൂട്ടി ഡിവൈഡഡ് ബൈ എന്നതാ? 1 മൈനസ് എക്സ് വൈ. 1 മൈനസ് എക്സ് വൈ. എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇതൊന്നും മൾട്ടിപ്ലൈ ആണ്. എക്സ് വൈ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ മൾട്ടിപ്ലൈ ഉണ്ടേ? x-1 ഡിവൈഡഡ് ബൈ x-2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2. മനസ്സിലായല്ലോ? രണ്ടുകൂടെ മൾട്ടിപ്ലൈ. ആദ്യമേ രണ്ടുകൂടെ പ്ലസ് ചെയ്തു. ന്യൂമറേറ്ററിൽ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. അപ്പൊ രണ്ടുകൂടെ എന്ത് ചെയ്തു? 1 മൈനസ് മൾട്ടിപ്ലൈ ചെയ്തു. നോക്കി ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ ആവും ഈക്വൽ ടു എന്തുണ്ട്? ഈക്വൽ ടു അപ്പുറത്ത് π/4 ഉണ്ട്. നമുക്ക് ആദ്യം ഇത് ചെയ്യാം. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. ഇവിടെ സോൾവ് ചെയ്യണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x-1 ഇൻറ്റു x-2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് കണ്ടോ? ആദ്യം ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് അടുത്ത് ഇങ്ങനെ. അടുത്ത ഏതാ? എക്സ് പ്ലസ് 1 ഇൻറ്റു x-2 അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ആദ്യം x-1 ഇൻറ്റു x+2. ഇവിടെ x+1 ഇൻറ്റു x-2 ഹോൾ ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതൊക്കെയാ? x-2 ഇൻറ്റു x+2. x-2 ഇൻറ്റു x+2. ഇനി ഡിവൈഡഡ് ബൈ ഇവിടെ എന്നാ ഉണ്ട്? ഇതിനെയും ക്രോസ് ചെയ്യണ്ടേ? ആദ്യം ഇങ്ങനെ 1 ഇൻറ്റു x-2 ഇൻറ്റു x+2. 1 ഇൻറ്റു എന്ന് പറഞ്ഞാൽ സെയിം സാധനം തന്നെ കിട്ടും. 1 ഇൻറ്റു ഒന്നേ ഗുണം എന്ത് ചെയ്താലും സെയിം അല്ലേ? 1 ഇൻറ്റു x-2 ഇൻറ്റു x+2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1 ഇൻറ്റു x-2 ഇൻറ്റു x+2 പ്ലസ് ആണോ? അല്ല, മൈനസ്. ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്യണം. 1 ഇൻറ്റു x-1 ഇൻറ്റു x+1 x-1 ഇൻറ്റു x+1 ഹോൾ ഡിവൈഡഡ് ബൈ എന്താ? ഇത് തമ്മിൽ ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ. ന്യൂമറേറ്റേഴ്സ് ഏതാ? x-2 ഇൻറ്റു ഏതാ? x+2. ഇത് സംഭവം ശ്രദ്ധിച്ച് ചെയ്ത് നോക്കണം. ആദ്യമേ ഇങ്ങനെ ഇത് ന്യൂമറേറ്ററിൽ x-1 ഇൻറ്റു x+2 ഓക്കെ ഫൈൻ പ്ലസ് ഇവിടെ x+1 ഇൻറ്റു x-2 ആദ്യം ചെയ്തു ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. ഇനി താഴത്തെ സ്ഥാനം ചെയ്യണം. ഇതേപോലെ തന്നെ 1 ഇൻറ്റു x-2 ഇൻറ്റു x+2 എന്താ? x-2 ഇൻറ്റു x+2 മൈനസ് 1 ഇൻറ്റു x-1 ഇൻറ്റു x+1 ഹോൾ ഡിവൈഡഡ് ബൈ x-2 ഇൻറ്റു x+2.
വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? ടാൻ ഇൻവേഴ്സ് ഇപ്പുറത്ത് വരുമ്പോൾ ടാൻ ആവും. ടാൻ പൈ ബൈ 4 ആവും. ടാൻ ഇൻവേഴ്സ് ഈക്വൽ അപ്പുറത്ത് വരുമ്പോൾ എന്താവും? ടാൻ പൈ ബൈ 4. മനസ്സിലായാലോ? ടാൻ പൈ ബൈ 4. ടാൻ പൈ ബൈ 4ന്റെ വാല്യൂ നമുക്ക് അറിയാം. എത്രയാ? ടാൻ 45 ആ. ടാൻ 45 എത്രയാ? ടാൻ പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 45 എത്രയാ? 1. ഓക്കെ ഫൈൻ. നോക്കിയേ, ഇനി ഇതിനെ സോൾവ് ചെയ്ത ആൻസർ ഇവിടെ എന്ത് ചെയ്യും? എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 മൾട്ടിപ്ലൈ ആണ്. ആദ്യമേ ഇങ്ങനെ ഓരോന്നും എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, അടുത്തത് എക്സ് ഇൻറ്റു മൈനസ് 2 ഓരോന്നിനും എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് 2 എത്രയാ? മൈനസ് 2x അല്ലെ? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് 2 മൈനസ് 2x, അടുത്തത് മൈനസ് 1 ഇൻറ്റു എക്സ് എത്രയാ? മൈനസ് എക്സ് അല്ലെ? മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1x എന്ന് പറയാം, അല്ലെങ്കിൽ വെറും മൈനസ് എക്സ് എന്ന് പറയാം. അടുത്ത നോക്കിയേ, മൈനസ് 1 ഇൻറ്റു മൈനസ് 2 രണ്ടിടത്തും മൈനസ് ആ, രണ്ട് മൈനസ് വരുമ്പോൾ പ്ലസ്. 1 ഇൻറ്റു 2 എത്രയാ? 2 പ്ലസ് ഇവിടെ ഇനി എന്ത് ചെയ്യണം? അതുപോലെ തന്നെ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, അടുത്തത് എക്സ് ഇൻറ്റു മൈനസ് 2 മൈനസ് 2x, അടുത്തത് 1 ഇൻറ്റു എക്സ് എക്സ് 1 ഇൻറ്റു എക്സ് എക്സ്, അടുത്തത് 1 ഇൻറ്റു മൈനസ് 2 1 ഇൻറ്റു മൈനസ് 2 എത്രയാ? മൈനസ് 2. മനസ്സിലായല്ലോ? അപ്പൊ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് 2 മൈനസ് 2x, 1 ഇൻറ്റു എക്സ് എക്സ്, 1 ഇൻറ്റു മൈനസ് 2 മൈനസ് 2. ഇനി നോക്കി, ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2, ഇവിടെ എന്ത് തന്നെയാ? എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2. അപ്പൊ രണ്ട് കട്ട് ചെയ്തോളാം. ഓക്കെ ഫൈൻ. അടുത്ത് നോക്കി, ഇവിടെ എന്ത് വരും? ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇവിടെ നമ്മൾ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ഫോർമുല ആയ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോർമുല അല്ലേ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ ആദ്യത്തെ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് 2ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ. ഓക്കെ, മൈനസ് അതേപോലെ തന്നെ അടുത്തതും വരുന്നുണ്ട്. എന്തുകൊണ്ടോ? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1, അവിടെയും എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. ഫൈൻ, അതും ചെയ്തു. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാ? റൈറ്റ് ഹാൻഡ് സൈഡ് ടാൻ പൈ ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 1. ശ്രദ്ധിച്ച മക്കളെ, ഇവിടെ എന്തൊക്കെ ചെയ്യാൻ നോക്കി. ഇതിനെ സോൾവ് ചെയ്യണം. ഇതിനെ വീണ്ടും ചെറുതാക്കണം. ചെറുതാക്കുമ്പോൾ എന്ത് കിട്ടും? എത്ര വട്ടം എക്സ് സ്ക്വയർ വരുന്നുണ്ട്? 2 വട്ടം. ഇവിടെ എക്സ് സ്ക്വയർ, ഇവിടെ എക്സ് സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു മൈനസ് എക്സ്, ഇവിടെ എന്നതാ ഒരു പ്ലസ് എക്സ്, രണ്ടും കട്ട് ചെയ്താൽ. അതുപോലെ ഇവിടെ പ്ലസ് 2, ഇവിടെ എന്നതാ മൈനസ് 2, അത് രണ്ടും കട്ട് ചെയ്താൽ. പിന്നെ എന്നാണ്ട് മൈനസ് 2x മൈനസ് 2x, അത് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, രണ്ടും കൂടെ മൈനസ് ആ. മൈനസ് മൈനസ് എത്രയാ? മൈനസ് 4x ഡിവൈഡഡ് ബൈ ഇവിടെയോ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എത്രയാ? 4 മൈനസ് ബ്രാക്കറ്റിൽ എന്നാ ഉണ്ട്? മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആ അല്ലെ? 1ന്റെ സ്ക്വയർ 1 ആ. അപ്പൊ മൈനസ് ഓഫ് മൈനസ് 1 എന്താവും? പ്ലസ് 1 ആവും. മൈനസ് ഓഫ് മൈനസ് 1 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ കട്ട് ചെയ്തോളയാം. ബാക്കി എന്നാണ്ട്? ന്യൂമറേറ്ററിൽ 2x സ്ക്വയർ മൈനസ് 4x ഡിവൈഡഡ് ബൈ ഇവിടെയോ മൈനസ് 4 പ്ലസ് 1 മൈനസ് 4 പ്ലസ് 1 മൈനസ് 4 പ്ലസ് 1. ഒരു മൈനസ് ഒരു പ്ലസ് വന്നാൽ കുറയ്ക്കാം. കുറയ്ക്കുമ്പോൾ 3, വലുത് ഏതാ? 4, അതിന്റെ സൈൻ മൈനസ്, വിച്ച് ഈസ് ഈക്വൽ ടു 1. ശ്രദ്ധിച്ച് ഇനി എന്ത് കിട്ടും? 2x സ്ക്വയർ മൈനസ് 4x വിച്ച് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു മൈനസ് 3 മൈനസ് 3, 1 ഇൻറ്റു മൈനസ് 3 മൈനസ് 3. നോക്കിയേ, ഇതിനെ വീണ്ടും എങ്ങനെയാണ് ചെറുതാക്കാൻ പറ്റുന്നതെന്ന് നോക്കണം. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ ഏതാ? ഇപ്പൊ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2x സ്ക്വയർ മൈനസ് 4x ഡിവൈഡഡ് ബൈ മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 1. പിന്നെ ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് നമുക്കറിയണം. ഇതിനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അതിനെ സോൾവ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ എന്താകത്തുള്ളൂ? ആൻസറിലേക്ക് എത്തത്തുള്ളൂ. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നോക്കിയ മക്കളെ, നമുക്ക് എപ്പോഴോ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 2x സ്ക്വയർ മൈനസ് 4 വരുന്നുള്ളൂ, മൈനസ് 4x വരുന്നില്ല. അപ്പൊ ഏതോ ഒരിടത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചെറുതായിട്ടൊരു തെറ്റ് വരുത്തിയിട്ടുണ്ട്. നോക്കാം, ഇവിടെ നോക്കാം. നോക്കിയേ, ആദ്യമേ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 2x. നോക്കിയേ, എക്സ് മൈനസ് 1 ഇൻറ്റു എന്താണ്? എക്സ് പ്ലസ് 2 എന്നായിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ ചെറിയതായിട്ടൊരു മിസ്റ്റേക്ക് വരുത്തി. എക്സ് മൈനസ് 1 ഇൻറ്റു എന്താ? എക്സ് പ്ലസ് 2. അപ്പൊ ഇവിടെ എന്താവും? എക്സ് സ്ക്വയർ പ്ലസ് 2x ആട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് 2x, ബാക്കിയെല്ലാം അതേപോലെ തന്നെ. മൈനസ് 1 ഇൻറ്റു 2 എന്താവും? ഇവിടെ മൈനസ് 2 ആവും കേട്ടോ. ഇവിടെ എന്താവും? മൈനസ് 2. ഇവിടെയും അതുപോലെ തന്നെ. ഓക്കെ, അപ്പൊ ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. എന്ത് വരും? ഉണ്ടോ? ഇവിടെ തൊട്ട് മാറ്റം വരും. ഇവിടെ മനസ്സിലായാലും എക്സ് പ്ലസ് 2 ആയിരുന്നു. എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് എക്സ് മൈനസ് 2. ഇവിടെയും എക്സ് സ്ക്വയർ മൈനസ് 2x. ബാക്കിയുള്ളതും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നോക്കിയാൽ ഏതൊക്കെ കട്ട് ചെയ്ത് കളയാം? 2x മൈനസ് 2x കളയാം, മൈനസ് എക്സും പ്ലസ് എക്സും കളയാം. പക്ഷെ ഇവിടെ എന്നതാ? ഇവിടെ മൈനസ് 2 മൈനസ് 2 ഇത് കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല കേട്ടോ. ഇതുണ്ടോ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റത്തില്ല. ഏതാ? ഇവിടെ മൈനസ് 2, ഇവിടെ എന്നതാ? മൈനസ് 2. അപ്പൊ മൈനസ് 2 കൂടെ വരുമ്പോ എന്താവും? മൈനസ് 4 ഉള്ളൂ. ഇവിടെ എല്ലാം എന്താണ്? മൈനസ് 4. അതിനനുസരിച്ച് മാറ്റി എഴുതിക്കണം. ചെറിയൊരു തെറ്റ് വന്നായിരുന്നു, നമ്മൾ എടുത്ത് എഴുതിയോ മാറിപ്പോയി. അപ്പൊ നോക്കി, ഇവിടെ മൈനസ് 4, ഇവിടെ എന്താ വരിക? മൈനസ് 4 വിച്ച് ഈസ് ഈക്വൽ ടു.
നോക്കി ഇവിടെയും എന്തില്ല, എക്സ് ഉണ്ടോ, ഇവിടെ എക്സ് ഇല്ല. അപ്പൊ ഇങ്ങനെ കിട്ടിയിരിക്കും നമുക്ക് 2x² - 4 = -3. ഇതിനകത്ത് നിന്ന് 2x² which is equal to -3 -4 ഇപ്പുറത്ത് വരുമ്പോൾ +4 -3 ഇപ്പുറത്ത് വരുമ്പോൾ -4 ഇപ്പുറത്ത് വരുമ്പോൾ +4 കണ്ടോ. ഇപ്പൊ എത്ര കിട്ടി, 2x² - 3 + 4 1. 4ൽ നിന്ന് 3 കുറച്ചാൽ 1. ഇപ്പൊ x² എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 1/2 എന്ന് കിട്ടും. x² = 2 മൾട്ടിപ്ലൈ, അത് ഇവിടെ വരുമ്പോൾ ഡിവൈഡ് ആവും. x² = 1/2. ഇതിനകത്ത് x എന്ന് പറഞ്ഞാൽ എന്ത് വരും, സ്ക്വയർ റൂട്ട്. ഒരു സ്ക്വയർ ഇത് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇതാവും, റൂട്ട് ആവും അല്ലെ. സ്ക്വയർ അപ്പുറത്തോട്ട് പോകുമ്പോൾ റൂട്ട്. x = √1/2. റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലസും മൈനസും എടുക്കാം അല്ലെ. +or-1/√. 1ന്റെ സ്ക്വയർ റൂട്ട് 1, 2 എന്താ പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അപ്പൊ √2 എന്ന് എടുക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാ, x = +or-1/√2. ആ ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു, ആ ചേഞ്ച് എന്ത് ചെയ്യണം, കറക്റ്റ് നോക്കി എഴുതിയേക്കണം കേട്ടല്ലോ. അത് നമ്മൾ പറഞ്ഞു പോയത് എന്തായി, മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, x - 1 × x + 2 എന്നായിരുന്നു, പക്ഷെ നമ്മൾ എന്തായിരുന്നു x - 2 ഇട്ടായിരുന്നു. ഓക്കെ ഫൈൻ. ഇപ്പൊ ശരിയായല്ലോ. ഉണ്ടോ, ഒരു ചെറിയൊരു തെറ്റ് മതി, ഒരു ക്വസ്റ്റ്യൻ മാറും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, ഞാൻ ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്ത് പഠിച്ചുകൊണ്ട് എനിക്കറിയാം അയ്യോ ഇത് അവസാനം വന്നപ്പോൾ എവിടെയോ തെറ്റിപ്പോയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ഓർത്ത് മനസ്സിലാക്കുക. ആ തെറ്റ് തന്നെ വരുത്താതെ എന്ത് ചെയ്യുക, നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 16 to 18 ചെയ്യാം. 16 to 18 ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, 16 to 18. 16th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് sin 2π/3. സൈൻ ഇൻവേഴ്സ് sin 2π/3. ഓക്കെ, നമുക്ക് ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഒരു പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് സൈനും സൈൻ ഇൻവേഴ്സും അടുത്ത് വന്നാൽ എന്ത് ചെയ്യാം, നമുക്ക് വെട്ടിക്കളയാം അല്ലെ. സൈൻ ഇൻവേഴ്സ് sin 2π/3 എന്ന് പറയുമ്പോൾ അടുത്ത് സൈനും സൈൻ ഇൻവേഴ്സും കൂടെ വന്നു കഴിഞ്ഞാൽ വെട്ടിക്കളയാം. ആൻസർ എത്രയാ, 2π/3. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, 2 × π/3. π/3 എന്ന് പറഞ്ഞാൽ എത്രയാ, 60. 120 ആ വരുന്നത്. 2 × 60 120. 2π/3 സ്ഥാനത്ത് 60 120. പക്ഷെ നമുക്കറിയാം ഇതിന്റെ റേഞ്ച് എവിടെ തൊട്ട് എവിടം വരെയാ, -π/2 to എവിടം വരെയാ, π/2 വരെ. അതായത് -90 തൊട്ട് എവിടം വരെയാ, +90 വരെയാ. ഇത് 90ന്റെ അപ്പുറത്തോട്ട് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശ്രദ്ധിച്ചേ. അപ്പൊ ഇതിനെയൊക്കെ മാറ്റണം. ശ്രദ്ധിച്ചേ മക്കളെ, സൈനോ കൊസീക്കോ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് π - θ ചെയ്യുക. ഏതാണോ ആംഗിൾ നിൽക്കുന്നത് അതിനെ π - θ ചെയ്യുക. ടാനോ കോട്ടോ ആണെങ്കിൽ -π + θ. ടാനോ കോട്ടോ ആണെങ്കിൽ -π + θ. ആ സമയത്ത് സീക്കോ കോസോ ആണെങ്കിൽ എന്ത് ചെയ്യുക, 2π - θ. ശ്രദ്ധിക്കണം, സൈനും കൊസീക്കും ആണെങ്കിൽ π - θ, ടാനും കോട്ടും ആണെങ്കിൽ -π + θ, സീക്കും കോസും ആണെങ്കിൽ 2π - θ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഇതെന്തുകൊണ്ടാണ് റേഞ്ചിന്റെ ഉള്ളിലല്ല, റേഞ്ചിന് പുറത്തായുണ്ട്. ഡസ് നോട്ട് കം ഇൻ ദ റേഞ്ചിൽ വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അപ്പൊ സൈനോ സൈൻ ഇൻവേഴ്സോ വന്നു കഴിഞ്ഞാൽ എന്താ, π - θ. അപ്പൊ എന്ത് വരും ഇവിടെ, സൈൻ ഇൻവേഴ്സ് സൈൻ ഓഫ് 2π/3 എന്നായിരുന്നു. ഈ 2π/3 നമ്മൾ എങ്ങനെ മാറ്റി എഴുതും, 2π/3 π - θ. അപ്പൊ എന്ത് കിട്ടും, π - θ. തീറ്റ എത്രയാ, ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ അകത്തെ ആംഗിൾ എത്രയാ, 2π/3. എന്ത് കിട്ടും, π - 2π/3. π - θ എന്നല്ലായിരുന്നു, അപ്പൊ π - 2π/3 എത്ര കിട്ടും, സൈൻ ഇൻവേഴ്സ് സൈൻ 3D ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × π 3π - 1 × 2π 2π / 3 2π/3 കണ്ടോ. 3 × π 3π - 2π × 1 2π/3. സൈനും സൈൻ ഇൻവേഴ്സും കട്ട് ചെയ്യാം. ഇവിടെ എത്ര കിട്ടി, സൈൻ 3π - 2π. 3π നിന്ന് 2π കുറച്ചാൽ 1π π/3. ഇത് ഇൻക്ലൂഡഡ് ആണല്ലോ, ഇത് ഇതിനകത്ത് ഇൻക്ലൂഡ്. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് π/3 ആണ്. എത്രയാണ്, π/3. മനസ്സിലായല്ലോ. ഇതിന്റെ ആൻസർ എത്ര കിട്ടി, π/3. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ മോഡലിലേ ഉള്ളൂ ചെയ്യാവുള്ളൂ കേട്ടല്ലോ. ഇതിന്റെ ആൻസർ എത്ര കിട്ടി, π/3. ഇനി നമുക്ക് നേരെ 17ാമത്തെ ക്വസ്റ്റ്യൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്നാ പറയുന്നത്, 17ാമത്തെ ക്വസ്റ്റ്യൻ tan ഇൻവേഴ്സ് tan 3π/4. tan ഇൻവേഴ്സ് tan 3π/4. ഇവിടെ ടാന നോക്കിയേ, ടാൻ ഇൻവേഴ്സും ടാനും വന്നു കഴിഞ്ഞാൽ നേരെ വെട്ടിക്കളയാന്നാ പഠിച്ചിരിക്കുന്നത് അല്ലെ. 3π/4 നോക്കിയേ, ടാനും ടാൻ ഇൻവേഴ്സും കൂടെ വെട്ടിക്കളയുമ്പോൾ 3π/4. 3 × π/4 എന്ന് പറഞ്ഞാൽ 45 ആണ്. ഇത് ചെയ്യുമ്പോൾ 135 എന്ന് കിട്ടും. ഇത് റേഞ്ചിനുള്ളിൽ വരുമോ, ഇല്ല. റേഞ്ച് എന്ന് പറഞ്ഞാൽ -90 to 90 ആണ് അല്ലെ. അപ്പൊ ഈ ഒരു റേഞ്ചിൽ വരുന്നില്ല, ഇതിനും പുറത്തോട്ടാ വന്നു. അപ്പൊ ഇതിനെയും ചേഞ്ച് ചെയ്യണം. അപ്പൊ ടാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു ഇക്വേഷൻ, ഞാൻ പഠിച്ചു തന്നിട്ടുണ്ട് കേട്ടോ, നേരത്തെ വന്നിട്ടുണ്ട്. ഏതാ, ടാൻ വന്നു കഴിഞ്ഞാൽ, ടാൻ അല്ലെങ്കിൽ കോട്ട് വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താ, -π + θ. ഇവിടുത്തെ തീറ്റ എത്രയാ, ഇവിടുത്തെ തീറ്റ എന്ന് പറഞ്ഞാൽ 3π/4. 3π/4. അപ്പൊ ഇവിടെ എന്താ അപ്ലൈ ചെയ്യേണ്ടത്, ടാൻ ഇൻവേഴ്സ് ടാൻ എന്ത് കിട്ടും, 3π/4 ആണ് തീറ്റ. അപ്പൊ എന്ത് എഴുതണം, -π + θ എന്നാ ഫോർമുല അല്ലെ. കണ്ടായിരുന്നല്ലോ ടാന്റെ ഫോർമുല.
മൈനസ് പൈ പ്ലസ് തീറ്റ. അപ്പൊ മൈനസ് പൈ പ്ലസ് തീറ്റ, തീറ്റയുടെ സ്ഥാനത്ത് 3π/4. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് അല്ലെ, തിരിച്ചെഴുതാം. ടാൻ ഇൻവേഴ്സ് ടാൻ ഓഫ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 × π -4π പ്ലസ് അല്ലെ, -4 × π -4π പ്ലസ് 1 × 3π 3π ഡിവൈഡഡ് ബൈ 1 × 4 എത്രയാ? 4. മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ. -4 × π പ്ലസ് 3 × π 3π ഡിവൈഡ് ബൈ 4. ടാനും ടാൻ ഇൻവേഴ്സ് വെട്ടിക്കളഞ്ഞു. -4π പ്ലസ് 3π 4πയിൽ നിന്ന് 3π കുറഞ്ഞു അല്ലെ. അപ്പം -4π പ്ലസ് 3π എന്ന് പറഞ്ഞാൽ എത്രയാ? -π/4. വലുത് ഏതാ? 4 ആയല്ലേ. അപ്പൊ 4ന്റെ സൈൻ മൈനസ്, അപ്പൊ -π/4. ഇതിന്റെ ആൻസർ എത്രയാ? -π/4. മനസ്സിലായല്ലോ? ടാൻ വന്നു കഴിഞ്ഞാല് മൈനസ് തീറ്റ ആണ്, -π പ്ലസ് തീറ്റ അല്ലെ. ഓർക്കുക, സൈനോ കൊസീക്കോ ആണെങ്കിൽ എന്താ ഫോർമുല? സൈനോ കൊസീക്കോ ആണെങ്കിൽ ഡയറക്റ്റ് π മൈനസ് തീറ്റ. ടാനോ കോട്ടോ ആണെങ്കിൽ എന്നതാ? ടാനോ കോട്ടോ ആണെങ്കിൽ -π പ്ലസ് തീറ്റ. ആ സമയത്ത് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കോസോ സീക്കോ ആണെങ്കിൽ എന്തായിരിക്കും? 2π എടുക്കണം. എത്ര എടുക്കണം? 2π മൈനസ് തീറ്റ. കണക്കല്ലേ? ഇത് അറിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ നേരെ 18ാമത്തെ ക്വസ്റ്റ്യൻ. 18 ഓക്കെ, 18 അല്ലെങ്കിൽ നമുക്ക് 19ലേക്ക് കിടക്കാം. ഓക്കെ, 18 ഞാൻ ചെയ്തിട്ടില്ല, 19ലേക്ക് ക്വസ്റ്റ്യൻ കിടക്കണേ. 19 നോക്കി, കോസ് ഇൻവേഴ്സ് കോസ് 7π/6. കോസ് ഇൻവേഴ്സ് കോസ് 7π/6. ഓട്ടോമാറ്റിക്കലി നോക്കി ചെക്ക് ചെയ്താൽ കോസ് ഇൻവേഴ്സും കൂടെ വന്നു കഴിയുമ്പോൾ വെട്ടിക്കളയാം അല്ലെ. പക്ഷെ ഈ 7π/6 ആ. 7π/6 എന്ന് പറഞ്ഞാൽ എന്താ? 7 × π/6. π/6 എന്ന് പറയുന്നത് 30, 210 എന്ന് വരും അല്ലെ. 7 30 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 210. പക്ഷെ ഇതിന്റെ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരിക? 0 to 180 ആണ്. 0 to 180 ആണ് ആരുടെ? കോസ്. കോസ് വന്നു കഴിഞ്ഞാൽ എന്താ? 2π മൈനസ് തീറ്റ ചെയ്യണം. 2π മൈനസ് തീറ്റ. 2π മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ശ്രദ്ധിച്ചേ, കോസ് ഇൻവേഴ്സ് എന്ത് വരും? കോസ് 2π മൈനസ് തീറ്റ. 2π മൈനസ് തീറ്റ. തീറ്റ എത്രയാ? തീറ്റ എന്ന് പറഞ്ഞാൽ ഏതെടുക്കണം? അകത്തെ ആംഗിൾ 7π/6. അപ്പൊ തീറ്റയുടെ സ്ഥാനത്ത് എത്ര എടുത്തു? 7π/6. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെയും കോസും കോസ് ഇൻവേഴ്സും വെട്ടിക്കളയാം. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 2 × 6π 6 × 2π 12π മൈനസ് 1 × 7π 7π ഡിവൈഡഡ് ബൈ 1 × 6 6. 12πയിൽ നിന്ന് 7π കുറച്ചാൽ എത്രയാ? 5π/6. എത്ര കിട്ടും? 5π/6. 5 × 30 കിട്ടത്തില്ലേ? 5 × 30 എത്രയാ? 150. ഇൻക്ലൂഡഡ് ആണല്ലോ ഇതിനകത്ത് വരുന്ന ഒരു നമ്പർ. അപ്പൊ ആൻസർ എത്രയാ ഇതിന്റെ? 5π/6. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്നിട്ടോണം വരിക? 1 ചെയ്തു, 2 ചെയ്തു, 3 ചെയ്തു, 4 ചെയ്തു. പിന്നെ ചെയ്ത് എവിടെ തൊട്ടാ? 11 തൊട്ട് 17 വരെ ഡയറക്റ്റ് ചെയ്തു. ഏതൊക്കെയാ? 11, 12, 13, 14, 15, 16, 17. പിന്നെ ഏതാ? 17 കഴിഞ്ഞിട്ട് നേരെ 18 ചെയ്തില്ല. ഏതായത്? 19 ചെയ്തു. ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എണ്ണം ചെയ്തു. കേട്ടല്ലോ? ഇനി എന്തുകൊണ്ടാണ് ഞാൻ ബാക്കി ചെയ്യാന്ന് വെച്ചാൽ ഇനിയും ചെയ്താൽ ലെങ്തി ആയി പോകും. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ ഇതിന്റെ പാർട്ട് 3 ആയിട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാം. മാർക്ക് വലുതായിട്ടില്ല ഈ ചാപ്റ്ററിന്, പക്ഷെ നമ്മൾ ഇതെല്ലാം ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഉള്ള മാർക്ക് എന്ത് ചെയ്യാം? സേവ് ചെയ്ത് വെക്കാം അല്ലെ. ഉള്ള മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ആയിട്ട് മേടിക്കാം. കാരണം എന്താ? പിന്നീട് വരുമ്പോഴേക്കും ഡിഫറൻഷിയേഷനും ഇന്റഗ്രേഷൻ ഒക്കെ വരുന്നത്. അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണോ? നിൽക്കും, നിർത്തും. പക്ഷെ നമ്മൾ അത് അച്ചിരി ടഫാ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? ഇത് സേവ് ആക്കി. ഓക്കെ, ഇപ്പൊ എളുപ്പമെന്ന് കരുതുന്നു. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.